പിഴച്ച വാദവുമായി ബിദഈ വാദവുമായി കടന്നു വരുന്നവർ, മശായിഖന്മാരെ തള്ളുന്നവർ. ആദ്യകാലത്ത് ഇവർ പ്രചരിപ്പിച്ചിരുന്ന പ്രചരണം എന്താണ്? മുറബ്ബിയായ മശായിഖന്മാരുടെ കാലം കഴിഞ്ഞു. ഒരു മുസ്ലിയാർ നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലക്കാരനായ കാന്തപുരം സമസ്തയിലെ കേന്ദ്ര മുഷാവറ സെക്രട്ടറിയായി ഇന്നും അവരോധിച്ചിരിക്കുന്ന സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മളെ കുഞ്ഞേമീനൊന്ന് പഠിപ്പിച്ചെടുക്കാണ്ട്. കുഞ്ഞേമേ കേട്ട് പഠിച്ചോ, ഇനി മേനൾക്ക് തൊള്ളവർക്ക് കേട്ടോ. ഇന്നലെ ഇടവണ്ണപ്പാറ വെച്ച് ഓൻ പറയട്ടെ പൊന്മസ്ഥാനെ പറ്റി. അപ്പൊ അദ്ദേഹം പണ്ട് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെമ്മാട് പള്ളിയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. സമയത്തിന്റെ പരിമിതി പരിഗണിച്ചപ്പോൾ ഞാൻ കേൾപ്പിക്കുന്നില്ല. അതില് അദ്ദേഹം നടത്തിയ പരാമർശം നമുക്ക് കേൾക്കാം. ഹിജറ 824 ഇവിടെ മുറബ്ബിയായ മശായിഖന്മാരൊക്കെ അവസാനിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഈ കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപം വലിച്ചു കയറ്റുന്ന രൂപത്തിൽ ഒരു പുസ്തകം എഴുതി, ഒരു ചുവന്ന പുസ്തകം. തരീഖത്തൊരു സമഗ്ര പഠനം എന്നാണ് അതിന്റെ പേര്. അതിൽ വിമർശിക്കാത്ത മശായിഖന്മാരൊന്നുമില്ല. AP വിഭാഗത്തിൽപ്പെട്ട ഇന്നും മലപ്പുറം ജില്ലയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുദരിസ്, ഇപ്പോഴും അദ്ദേഹം AP വിഭാഗത്തിന്റെ ആളായിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് അന്ന് നടത്തിയ പരാമർശം ഇതിൽ ഇനി ആരും ഒഴിവാക്കിയിട്ടില്ല. മുപ്പര് റസൂലുള്ളാഹിനെ പറ്റി എഴുതാൻ മറന്നതാണെന്നാ തോന്നുന്നത്. അത്രയും അപകടം നിറഞ്ഞ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ മശായിഖന്മാർക്ക് നേരെ ഉന്നയിച്ച് പുസ്തകം എഴുതിയ ആളുമാണ് ഈ പറയപ്പെട്ട ടിയാൻ. ഹിജറ 824 മുറബ്ബിയായ മശായിഖന്മാരില്ല എന്ന് പൊന്മസ്താദ് പറഞ്ഞു. പറഞ്ഞ എന്താ പൊന്മസ്താനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര 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 പ്രഭാഷണങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്താടെ അതൊന്ന് കേട്ടാ പോരെ, എന്താണാ പറഞ്ഞെന്നുള്ളത്? അത് കേൾക്കൂല. ചിലപ്പോൾ അറിഞ്ഞാണം. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞേ ഒരാൾ കൂടി വെച്ചിക്കാണ്ട് ഇപ്പം ഈ കളവ് പറയണ്ടേ. ഇന്നലെ കുഞ്ഞേമ്മ പറഞ്ഞു എന്ത് പൊന്മസ്താദിന്റെ ബുക്കിൽ റസൂലുള്ളാഹിനെ ഒഴിച്ചുള്ള എല്ലാ ത്വരീഖത്തിന്റെ മശായിഖന്മാരെയും കള്ളന്മാരാക്കിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തു. ആ ബുക്കിൽ എത്ര ഉള്ളത്? 21 ത്വരീഖത്തുകൾ എന്നാ പറഞ്ഞേ അല്ലേ? ഞാൻ വരണ്ടായിക്കേ ഓൻ കണ്ടുക്കണല്ലേ. എന്നിട്ട് പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ അപ്പൊ എത്ര സത്യം കാണിച്ചു കൊടുത്താലും അത് സ്വീകരിക്കൂല, അംഗീകരിക്കൂല. അതെന്താ? ഈ പിശാചുവാദം ഏറ്റാലുള്ള സോക്കറാണ്. ഇതൊന്നും പോലും അറിയിട്ടില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം, നീ തൊള്ള ഉറക്കരുത്. പിന്നെ ഈ വട്ടൂരിയുടെ പ്രസംഗം കേട്ടുകാണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. കബളിപ്പിക്കലും തട്ടിപ്പും വെട്ടിപ്പുമാണ്, ആളെ പറ്റിക്കലാണ്. അതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മളെ ഉസ്താദുമാരെ ഒരിക്കലും സംശയിക്കണ്ട. കാരണം ഇവർ കള്ളന്മാരാണ്, പച്ച നുണേ പറയുള്ളൂ. ഈ പറയുന്നത് ഫുള്ള് കളവാ. ഒരു ഹക്ക് പോലും ഈ നൗഷാദും കുഞ്ഞേമതും സമതും പറഞ്ഞില്ല. ഉറപ്പിച്ചോളി. ഇന്ത്യൻ തെളിയിക്കാൻ പറ്റിയ ആൺകുട്ടികളുണ്ടെങ്കിൽ വന്നോളി. സമതും കുഞ്ഞമ്മ പറ്റേ അവരെ നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ വേറെ ആയത് ഞാഞ്ഞൂലുകളൊന്നും വരണ്ട. ഈ ഗ്രൂപ്പിലുണ്ടല്ലോ, ഓൾഡ് ഇറങ്ങട്ടെ. അപ്പം നമുക്ക് ചർച്ച ഏത് വിഷയത്തിലും. ഇന്ന് കുഞ്ഞമ്മ പറഞ്ഞെടുത്താ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഹിജറ 824 ഇവിടെ മുറബ്ബിയായ മശായിഖന്മാർ ക്ലോസ് ആണെന്ന്, ആ കവാടൊക്കെ അടച്ചിട്ടുണ്ട്. കേട്ടില്ല ഞങ്ങള്? ഓരോ ക്ലിപ്പുകൾ ശരിക്കും കേട്ടാൽ മതി. നമ്മളെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, അത്രയും വ്യക്തമാണ്. അപ്പൊ ഇതിലെന്താ പറഞ്ഞേ? ഹിജറ 824 മുറബ്ബിയായ മശായിഖന്മാരില്ല എന്ന് പൊന്മസ്താദ് ചെമ്മാട്ടെന്ന് പറഞ്ഞു. പിന്നെ പൊന്മസ്താദിന്റെ ബുക്കിൽ എല്ലാ ത്വരീഖത്തിന്റെ മശായിഖന്മാരെ എതിർത്തു. ഞാൻ തന്നെ എൻ്റെ ക്ലിപ്പ് ഇട്ടില്ല മഞ്ചേരിത്തെ. ഞാന്ന് എത്ര പറഞ്ഞേ? 21. എൻ്റെ നൗഷാദ് എത്ര പറഞ്ഞേ? 90%. എൻ്റെ ഷെയ്ഖിന്റെ കൈ പിടിച്ചാറ നടത്തിയ ആമാശയ മുന്നേറ്റം സമതും നൗഷാദും കൂടി കീശേരി വെച്ച്, എന്നിട്ടോ അത് പ്രസംഗിച്ച് DVD ആക്കി എല്ലാ സ്ഥലത്തും കൊണ്ട് വിറ്റ് കായാക്കി. അതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിൻ്റെ ക്ലിപ്പൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പൊന്മസ്താദാണോ ഇവിടെ ത്വരീഖത്തിന്റെ മശായിഖന്മാരെ എതിർത്തത്, അതല്ല നിങ്ങളാണോ? അതൊക്കെ ഞാൻ കാണിക്കും. 90% ക്ലിപ്പ് ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾ മുണ്ടിട്ടില്ല. അവിടേക്ക് ഏതായാലും പൊന്മസ്താദ് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഹിജറ 824 മുറബ്ബിയായ മശായിഖന്മാരില്ലാന്ന് പൊന്മസ്താദ് മാത്രമല്ല പറഞ്ഞാലൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ദാറുൽ പോയിക്കാട് സിയാറത്ത് ചെയ്തല്ലോ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരടക്കം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് പൊന്മസ്താദ് എന്താ പറഞ്ഞതെന്നുള്ളത് പൊന്മസ്താദിനെ എത്രയോ വേദിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ കാണൂല, അത് മൂടിയേക്കും.
എന്നിട്ടോ പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞെടുക്കുക. കുഞ്ഞമ്മ കണ്ടോ എന്താണ് ഹിജ്റ 824 ശേഷം മുറബ്ബിയായ മശൈഖന്മാരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പൊന്മസ്ഥാനം വിശദീകരിച്ചിട്ടുണ്ട്, ഇവരുടെ മറ്റുള്ള ആലിമീങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം പൊന്മസ്ഥാനെ പറയട്ടെ, അതിനൊന്നും തുടങ്ങാൻ മതി. ഇനി പൊന്മസ്താദ് പറഞ്ഞൊക്കെ കേട്ടോളി, അതിൻ്റെ അപ്പുറം നൗഷാദ് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കും. മനസ്സിലായോ? പൊന്മസ്താദിന് ചോദ്യം ചെയ്യാൻ മാത്രം ഒരു ആൺകുട്ടികളെ കൊടുത്ത് വളർന്നിട്ടില്ല. അങ്ങനത്തെ ആണാണെങ്കിൽ ഇറങ്ങാടാ തീക്ക്, ഗ്രൂപ്പിക്ക് ഇറങ്ങി തൊള്ള തുറക്ക്, വെല്ലുവിളിക്കാൻ ധൈര്യം ഉണ്ട് എനിക്ക്? ഇറങ്ങിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, വിളക്കണ്ട് ഒളിച്ചു മൂട്ടുന്ന്. മനസ്സിലായോ? പൊന്മുസ്താദ് ഇവിടെ ക്ലാസ് എടുത്തു, തെർബിയത്തിന്റെ ശീഖന്മാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനത്തെ ശീഖന്മാരൊന്നും ഇന്നില്ല, ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ശീഖന്മാരില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ആവും മനസ്സിലാക്കണം. തെർബിയത്തിന്റെ ശീഖന്മാർ ഇല്ലാണ്ടായിട്ടില്ല. അവനാ പറഞ്ഞതിന്റെ ഉദ്ദേശം ഉണ്ട്, പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ വളരെ വിരളാണ്. ഏതെങ്കിലും കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ, ലക്ഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കിട്ടിയെങ്കിൽ ആയി. മമ്പർത്തപ്പാപ്പ മുറബ്ബിയ ശേഖായിരുന്നില്ലേ? ആർക്കാ തർക്കം? അങ്ങനത്തെ തെർബിയത്തിന് മക്കാമെത്തിച്ച വേറെ എത്ര ആൾക്കാരുണ്ട്? ബഹുമാനപ്പെട്ട അബൂബക്കറിൽ ബക്കരി, സയ്യിദുൽ ബക്കരി, നമ്മളെ ഫത്തുൽമേദിയ ബക്കറിയിലെ വലിയ ബക്കരി, അവരൊക്കെ മുറബ്ബിയ ശൈഖുമാരായി എണ്ണപ്പെട്ടവരിൽപ്പെട്ട ആളുകളാണ്. അബ്ദുൽ ഗനിയൻ, ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. പക്ഷേ കേട്ടില്ലേ, തെർബിയത്തിന്റെ മശൈഖന്മാർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തീരെ ഇല്ല എന്നല്ല, വളരെ വളരെ വിരളമാണ്. അതാ നൗഷാദ് പറഞ്ഞത്, കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഉണ്ട്, പക്ഷെ അവരെ കണ്ടെത്തൽ വളരെ പ്രയാസമാണ്. പൊന്മസ്താദി പറഞ്ഞ തന്നെ ഓനും പറഞ്ഞിട്ടോളി, പിന്നെ എന്ത് അധികാരമോ? പൊന്മസ്താദ് ഇല്ല എന്ന് പറയുന്ന അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? ഉണ്ട്, പക്ഷെ അവരെ കണ്ടെത്തൽ വളരെ പ്രയാസമാണ്. പൊന്മസ്താദ് ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നൗഷാദ് ഞാൻ അടുത്ത് പറയട്ടെ, സെയിം നിങ്ങളൊന്നും ഞങ്ങളോട് കളിക്കാനായിട്ടില്ല കേട്ടോ. കുഞ്ഞാമേ മനസ്സിലാക്കിക്കോ, പൊന്മസ്താദ് ക്ലിപ്പ് തീരുമ്പോൾ തീരൂല. അതിൻ്റെ ഇടയ്ക്ക് നൗഷാദ് ഒന്ന് വരട്ടെ, ഇതിനെ സുബൂത്താക്കാൻ നൗഷാദ് വരട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലത്ത് വളരെ പ്രയാസം. അതുകൊണ്ടാണ് സ്വലാത്തൊക്കെ ചൊല്ലി നല്ല നെൽക്ക് ഉസ്താദ്മാര് പറഞ്ഞ നെൽക്ക് ജീവിക്കാതെ എന്നിട്ട് ഒരു ഷെയ്ഖിനെ കിട്ടാൻ വേണ്ടി ദ്വാരിക്കാം. നല്ല ഷെയ്ഖ് ഉണ്ടാവാം, നമ്മളറിയാതെ കിട്ടിയാലോ. അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. കേട്ടില്ല, ഈ കാലത്ത് വളരെ പ്രയാസമാണ്. നമ്മളൊക്കെ ദ്വാരക്കുക നല്ലൊരു ഷെയ്ഖിനെ കിട്ടാൻ വേണ്ടി, കിട്ടിയാലോ. മനസ്സിലായോ? ഇനി പൊന്മളസ്ഥാനെ പറഞ്ഞിട്ടോളി, പൊന്മളസ്ഥാനെ പറ്റേ. പൊന്മളസ്ഥാൻ ഇവിടെ ത്വരീഖത്തിന്റെ മശൈഖന്മാരെ എതിർത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതേ ആശയം പൊന്മളസ്ഥാൻ പറഞ്ഞിട്ടോളി. പൊന്മളസ്ഥാനിൽ അപ്പുറം പറഞ്ഞിട്ടില്ല. പൊന്മളസ്ഥാൻ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? അതിൻ്റെ മുമ്പ് ഇവൻ തന്നെ പറയട്ടെ, ഷെഹറാൻ ഇമാം പറഞ്ഞേ, ഇമാം ഷെഹറാനിന്റെ കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു മശായിഖന്മാരെ കണ്ടെത്താൻ വളരെ പ്രയാസമായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ടേ? അതുകൂടി പറ്റേ, എന്നിട്ട് ഞാൻ പൊന്മളസ്ഥാനെ കൊണ്ടുവരാം. ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞത് അവരുടെ കാലത്ത് തന്നെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ ഒരാളെ കണ്ടെത്താൻ. അങ്ങനെ ഒരാൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ ഒരാൾ ഉണ്ടാവും എല്ലാ കാലവും. ഇല്ല, ഞാൻ ലോകം നിലക്കണ്ടേ, പക്ഷെ അവരെ കണ്ടെത്തൽ വളരെ പ്രയാസം. കേട്ടില്ലേ? പൊന്മളസ്ഥാൻ പറഞ്ഞ അതേമാതിരി തന്നെ ഉണ്ടാകും, പക്ഷെ അവരെ കണ്ടെത്താൻ പ്രയാസമാണ്. ഷെഹറാൻ ഇമാമിന്റെ കാലത്ത് തന്നെ വളരെ പ്രയാസമാണ്. പിന്നെ എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടു? ഇപ്പോഴത്തെ കാര്യം പറയണോ? മാത്രമല്ല, ഇത് പറയുമ്പോൾ സുലൈമാണ്ടി ഉണ്ട്, കോമാണ്ടി ഉണ്ട്, ബീരാണ്ടി ഉണ്ട്. ബീരാണ്ടിന്റെ നാട്ടിൽ വെച്ചാൽ അത് പറയുന്നുണ്ട്. മനസ്സിലായോ? ഒന്നും പോലെ മുറബ്ബിയ ഷെയ്ഖുമല്ല, ഒരു മണ്ണാങ്കട്ടിയല്ല. പിന്നെ എന്നാടോ മുറബ്ബിയ ഷെയ്ഖായത്? 2014 ശേഷം പ്രസംഗിച്ചല്ലേ? 2014 ശേഷം 2013 ശേഷമുള്ളവർ കൊണ്ടുവരി, ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും നിഷേധിക്കുക നിങ്ങള്. അപ്പം ഞാൻ മറ്റേ ക്ലിപ്പ് ഹാജരാക്കും, ഓമശ്ശേരി എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ നമ്മളെ എത്തിണ്ട്, ഞാൻ മുമ്പ് ഇതിട്ടതാ, ഇതിൽ കൂടി ഇട്ടിക്കാണ്ട് ഇതാക്കണ്ടല്ലോ. ഇനി പൊന്മളസ്ഥാൻ പറയട്ടെ, എന്ത് ഹിജ്റ 824 ശേഷം തെർബിയത്തിന്റെ മശായിഖന്മാരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഉസ്താദ് തന്നെ പറഞ്ഞിട്ടോളി. വർഷങ്ങൾക്ക് മുമ്പ്, 10 കൊല്ലം മുമ്പ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഈ മനസ്സിലായോ? ഉസ്താദ് എവിടെ പറയാത്തേ? അത് ഇനി ഉസ്താദ് പറയട്ടെ. അത് 2 നിലക്ക് പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചു. ആ പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ വ്യാഖ്യാനം. 824 ലക്ഷം മുറബ്ബിയ മശായിഖന്മാരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തീരെ ഇല്ലാതായിട്ടില്ല എന്നിപ്പോ പറഞ്ഞില്ലേ? പിന്നെ പണ്ഡിതന്മാർ അതിനെ 2 നിലക്ക് വ്യാഖ്യാനിച്ചു. ഹിജ്റ 824 തെർബിയത്ത് കദിംഗതഅത്തി തെർബിയത്തു.
മുന്തു 24 ഹിജറ 824 മുതൽ തെർബിയത്ത് മുറിഞ്ഞു നാം പറഞ്ഞു. ആ വാക്കിനെ ആലിമീങ്ങൾ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. ഒന്ന് പറഞ്ഞത് പരസ്യമായ തെർബിയത്ത് മുറിഞ്ഞു എന്നാ പറഞ്ഞത്, രഹസ്യമായ ഖിയാമത്തുകളൊക്കെ നടക്കും. അപ്പോ ഈ കാലഘട്ടത്തിന് ശേഷം നടക്കുന്ന തെർബിയത്തൊക്കെ രഹസ്യം, അത് ശരിയാണ്. കേട്ടില്ല? ഹിജറ 824 ശേഷം മുറബിയ മശൈഖന്മാരില്ല എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ രണ്ടു നിലയ്ക്ക് വ്യാഖ്യാനിച്ചു. പനമളസ്ഥാൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞമ്മ ഇവിടെ. കേട്ടോക്കണം പനമളസ്ഥാന്റെ പ്രസംഗം. ആ പ്രസംഗം മാത്രം ഇട്ടുകാണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാൽ പോരാ, കബളിപ്പിച്ചാൽ പോരാ, കളവ് പറഞ്ഞുകാണ്ട് രണ്ടു നിലക്ക് പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചു. ഒന്ന് പരസ്യമായ തർബീയത്താണ് മുറിഞ്ഞത്, രഹസ്യമായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇനി അടുത്ത വ്യാഖ്യാനം കേട്ടോളി. അടുത്ത രണ്ട് വ്യാഖ്യാനമുള്ളൂ, അതിൽ ഒരു വ്യാഖ്യാനമാണിത്. പരസ്യമായത് മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്, രഹസ്യമായിട്ടുണ്ടാവും. അതിന്റെ കാരണമൊക്കെ ഞാൻ പിന്നെ കാണിക്കും. ചെറുശ്ശേരി പറയുന്നുണ്ട്, മാനു മുസ്ലിയാർ പറയുന്നുണ്ട്, മുസ്തഫ അൽ ഫൈസി പറയുന്നുണ്ട്, അങ്ങനെ സർവ്വ ആളുകളും പറഞ്ഞ ക്ലിപ്പ് വേക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ മറ്റേ വ്യാഖ്യാനം പറയട്ടെ. മറ്റൊരു ദേവിയിൽ കാമിലത്തായ തെർബിയത്താണ് മുറിഞ്ഞു എന്ന് പറഞ്ഞത്. നാഖിസത്തായ ചെറിയ തെർബിയത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. രണ്ടനുസരിച്ചും ഈ തെർബിയത്ത് എന്ന് പറയുന്നത് കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല, വളരെ സിമ്പിളാണ്. മറ്റൊരു വ്യാഖ്യാനം എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? കാമിലത്തായ തെർബിയത്താണ് മുറിഞ്ഞത്, നാക്കിസായ തെർബിയത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇതാ വൻമുള സാഹിബ് പറഞ്ഞത്. അതിന്റെ വ്യാഖ്യാനം മനസ്സിലായോ? അതൊക്കെ കേട്ട് പഠിച്ചോ. വർഷങ്ങൾക്ക് മുമ്പ് 10 കൊല്ലം ഇത് പറഞ്ഞിട്ട്. പിന്നെ ഇന്നലെ ഒന്നാണ്ട് പറയാം, എന്തേ കുഞ്ഞാമേ മുറിഞ്ഞിക്കണ്, മുറബിയ മശൈഖന്മാരില്ല. ഇനി പൊന്മുള സാഹിബ് മാത്രമല്ല ഇത് പറഞ്ഞത്, അതിന്റെ അപ്പുറം പറഞ്ഞ പോലെ കണ്ടോളി, ഞാൻ കാണിച്ചു തരാം. മനസ്സിലായോ? ദിവരം നിൽക്കൂല. ചെറുശ്ശേരി നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ ദാറുൽ പോയിക്കാണ്ട്. എന്നിട്ട് കുഞ്ഞാമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? ഇത് പറഞ്ഞത് പുത്തൻവാദാണ്, ബിദഅയാണെന്നാ പറഞ്ഞത് പൊന്മുള സാഹിബിനെ പറ്റിയേ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ പുത്തൻവാദി ആക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് സിയാറത്ത് ചെയ്ത ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ വരെ ഇതാ എഴുതിച്ചിട്ടുള്ളത്. ഹിജറ 824 ശേഷം മുറബിയായ മശൈഖന്മാരെ കാണാൻ കഴിയില്ല, തസത്തുറാണ്, ഒരു മറിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ഇപ്പം ചെറുശ്ശേരി പറയുന്നുണ്ട്. സാലിക്കിനാണ് തരീഖത്ത് കൊടുക്കേണ്ടത്, കണ്ടോക്കൊക്കെ തരീഖത്ത് കൊടുക്കല്ല. ഒന്നാം മർത്തബ താലിബാണ്. ഒന്നാം മർത്തബ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ആ വഴി തേടിപ്പോകുന്ന ആളാണ്. അപ്പ ആവശ്യം ശരീഅത്ത് പഠിപ്പിച്ച ഉസ്താദുമാരുടെ ആ നിയന്ത്രണത്തിൽ ഉസ്താദ് കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ശിരസ വഹിച്ചുകൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്യാം. അപ്പൊ അല്ലാഹുവിന്റെ ചിലപ്പോൾ നമുക്കൊരു മാർഗം തുറന്നു കിട്ടും സാലിക്കാകാൻ. അങ്ങനെ സുലൂക്കിന്റെ അവസ്ഥയ്ക്ക് എത്തുമ്പോ അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ ചിലപ്പോൾ ഒരു മുറബിയായ ശേഖനെ കിട്ടിയെന്ന് വരും. ഉറപ്പിച്ചൂടാ. അതാണ് 9-ാം നൂറ്റാണ്ടിന് ശേഷം തെർബിയത്തിലെ ശൈഖന്മാർ ളാഹിറൻ നമുക്കെല്ലാവർക്കും സുലഭമാകും വിധം പ്രത്യക്ഷപ്പെട്ടിൽ വന്നിട്ടില്ല എന്നർത്ഥത്തിനാണ് കദിങ്കത്താറ്റി തെർബിയത്ത് മുന്തു സനത്തി 40 വയസ്സീന വസമാനിലിഹത്തി ഹിജറ 824 മുതൽക്ക് തെർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു എന്ന് അലോമി ഇമാം പറഞ്ഞതിന്റെ അർത്ഥം. തെർബിയത്തിന്റെ പാടെ മുറിഞ്ഞതല്ല. ആ തെർബിയത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ പരസ്യമായുള്ള കൊടുക്കലും വന്നവർക്ക് കൊടുക്കലും ഇല്ല. അത് വളരെ പരിമിതപ്പെടുത്തി. അങ്ങനത്തെ ശൈഖുമാരെ കിട്ടാൻ തന്നെ വലിയ പ്രയാസമായി. വല്ലപ്പോഴും നിധി കിട്ടും പോലെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അവർക്ക് എത്താനാവും. പക്ഷെ അതിലേക്ക് മുതൽക്കൂട്ടാണ്, അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് തബറുക്കിന്റെ ശൈഖന്മാരെ സ്വീകരിച്ച് അവർ കൊടുക്കുന്ന ദിക്റുകളൊക്കെ ചൊല്ലി പതിവാക്കി പോരായിരുന്നത്. കുഞ്ഞമ്മ ഇതൊക്കെ കേട്ട് ശരിക്കും പഠിച്ചോ? പൊന്മുളസ്ഥാനെ പറ്റിയില്ലേ ഇതെന്താ മനസ്സിലാക്കിയത്? ഇതൊക്കെ എത്ര പ്രസംഗം പൊന്മുളസ്ഥാന്റെ ഇവിടെ ഉണ്ടെങ്കായി അതിന് ശേഷം നടന്നത്? എത്ര പ്രസംഗത്തിൽ പൊന്മുളസ്ഥാൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇനി പൊന്മുളസ്ഥാൻ മാത്രമല്ല ഇത് പറഞ്ഞേ. ഇതൊക്കെ ക്ലിപ്പുകൾ കേട്ടോളി, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാനിങ്ങനെ വിശദീകരിക്കാൻ കണ്ടല്ലോ. പൊന്മുളസ്ഥാൻ ഒരിക്കലും ഇവിടെ മുറബിയ മശൈഖന്മാരില്ല എന്ന് പറഞ്ഞിട്ടില്ല. പൊന്മുളസ്ഥാൻ പറഞ്ഞത് പൊന്മുളസ്ഥാനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം അവിടെ മൂടി വെച്ച് കട്ടിവെച്ച് കാണ്ട് തെറ്റിദ്ധരിപ്പിക്കുക, ആളുകളോട് പച്ച കള്ളം പറയാ. ഏതാ പോലും സത്യം പറയണ്ടേ? ഞാൻ കാണിച്ചെന്നില്ലേ സി എം അലിലാനെ സാക്ഷിക്ക് പറ്റൂല എന്ന് പൊന്മുളസ്ഥാൻ പറഞ്ഞു പറഞ്ഞിട്ട്. അത് സി എം അലിലാനെ പറ്റിയല്ല പറഞ്ഞേ, കക്കാട് തരീക്കത്തിന്റെ കക്കാടിന്റെ ശൈഖിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ കക്കാടിന്റെ ശൈഖിനെയാണ് അവിടെ ഗണ്ണിക്കണ്ടേ.
അക്കാട് ഷെയ്ഖിനെതിരിലാണ് പൊന്മുള തുഫ വായിച്ചത്. സാക്ഷിക്ക് പറ്റൂല. പൊന്മുള സി എം എഴുതാനെ പറ്റി പറഞ്ഞപ്പോഴോ സി എം എഴുതാനം പൊന്മുള മാറ്റി വെക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? എന്നിട്ട് സി എം എഴുതാനെ പറ്റി പറഞ്ഞാൽ പച്ച നോണ. അതേമാതിരി തന്നെ ഇപ്പോഴും പച്ച. ഇതിപ്പോൾ നൗഷാദും സമതും കുഞ്ഞാമ്പതും ഈ വട്ടൂരാൾ ഫുള്ള് പറഞ്ഞെടുക്കുന്ന കളവാണിത് പൊന്മുള പേരിൽ. ഇനി പൊന്മുള മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓരോന്ന് കണ്ടോളി, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്ലിപ്പ് കണ്ടാൽ മതി. ഇങ്ങനെ വോയിസ് വിട്ടുകൊണ്ട് ഇതാക്കണ്ടല്ലോ. ഓരോ ക്ലിപ്പ് കണ്ടോളി.